സൂറത്തുൽ ബഖറയുടെ 40 മുതലുള്ള ആയത്തുകളാണ് നമ്മൾ പഠിച്ചു വന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 46-ാമത്തെ വചനം വരെ അൽഹംദുലില്ലാഹ് നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ ബാക്കി 47-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല 40-ാമത്തെ ആയത്തിൽ വിളിച്ചതുപോലെ ബനൂ ഇസ്രായേലിയരെ, ഇസ്രായേലിൻ്റെ മക്കളെ ഒന്നുകൂടി അള്ളാഹു വിളിക്കുകയാണ്. 40-ാമത്തെ ആയത്തിൽ വിളിച്ച ഏത് ശൈലിയിലാണോ, ഏത് പരിഗണനയിലാണോ അവരെ വിളിച്ചത്, അതേ പരിഗണനയും ആദരവും നൽകി ആ സമൂഹത്തെ അള്ളാഹു വിളിക്കുകയാണ്. യാ ബനീ ഇസ്രായീൽ, ഓ ഇസ്രായേലിൻ്റെ മക്കളെ. 3-4 ആയത്ത് മുൻപ് അതേ ശൈലിയിൽ അള്ളാഹു വിളിച്ചു. എന്തിനാണ് അങ്ങനെ അവരെ വിളിച്ചതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു. അവർക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടവരാണ്, പ്രവാചകന്മാരുടെ പിന്തുടർച്ചാവകാശികളാണ്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച് സമൂഹത്തിൽ വേദം പഠിച്ചവരെന്ന ഒരു പദവി നൽകപ്പെട്ടതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാനവും അതേപോലെ തന്നെ ആ ഒരു പരിഗണനയും അള്ളാഹു അവർക്ക് നൽകി എന്നുള്ളതാണ്. അവരെ മോശക്കാരായിട്ടല്ല അള്ളാഹു വിളിച്ചത്. അപ്പോൾ അള്ളാഹു വിളിച്ചു, ഇസ്രായേലിൻ്റെ മക്കളെ, യാക്കൂബ് നബിയുടെ മക്കളെ, ഉദ്കുറു, നിങ്ങൾ ഓർക്കണം, നിഅ്മതി അല്ലതി അൻഅംതു അലൈക്കും, നിഅ്മതി എൻ്റെ അനുഗ്രഹങ്ങൾ, അല്ലതി അൻഅംതു അലൈക്കും നിങ്ങളുടെ മേൽ ഞാൻ അനുഗ്രഹം ചൊരിഞ്ഞു നൽകിയ, അല്ലെങ്കിൽ നിങ്ങളെ അനുഗ്രഹിച്ച് നൽകിയ അനുഗ്രഹങ്ങൾ. അൻഅമ യുൻഇമു ഇൻആമുൻ ഫഹുവ മുൻഇമുൻ. അൻഅമ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുക എന്നർത്ഥം. അൻഅമ. ഇതേ ആശയാണ് അള്ളാഹു ആ ഒരു 40-ാമത്തെ ആയത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. എന്താണ്? യാ ബനി ഇസ്രായീൽ ഉദ്കുറു നിഅ്മതി അല്ലതി അൻഅംതു അലൈക്കും. പക്ഷെ അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നീട് പറയുന്നു, വ അന്നീ ഫളൽതുകും അലൽ ആലമീൻ, തീർച്ചയായും ഫളൽതുകും, ഫളല യുഫള്ളിലു തഫ്ളീലുൻ മുഫള്ളിലുൻ. ഫളല എന്ന് പറഞ്ഞാൽ ആദരിക്കുക, അല്ലെങ്കിൽ ഔദാര്യം നൽകുക, ഔദാര്യം നൽകി ആദരിക്കുക എന്നർത്ഥമാണ്. ഒരു അനുഗ്രഹങ്ങൾ നൽകി മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാക്കുന്നതിനാണ് ഫളല എന്ന് പറയുക. ഫളിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔദാര്യം, അനുഗ്രഹം എന്നാണ്. ആ ഫളിൽ നൽകി ഒരാളെ ശ്രേഷ്ഠനാക്കുന്നതിനാണ് ഫളല എന്ന് പറയുക. അപ്പോൾ അള്ളാഹ് പറയുന്നത്, ഫളൽതുക്കും, നിങ്ങളെ ഞാൻ ശ്രേഷ്ഠരാക്കി, അലൽ ആലമീൻ, ലോകരുടെ മുൻപിൽ, അല്ലെങ്കിൽ ലോകരുടെ മുന്നിൽ നിങ്ങളെ ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ ഇവിടെ ലോക ജനതയുടെ മുന്നിൽ അവരെ ശ്രേഷ്ഠരാക്കി എന്ന് പറഞ്ഞാൽ എക്കാലഘട്ടത്തിലും അവരെ ശ്രേഷ്ഠരാക്കി എന്നല്ല. ഈ ആയത്ത് ചില ആളുകൾ വായിക്കുമ്പോൾ ഇന്നും ഇസ്രായേൽ സമൂഹം ഇന്നും വലിയ ബുദ്ധിമാന്മാരാണവർ, സമ്പന്നന്മാരാണ്, അതേപോലെ തന്നെ യുദ്ധത്തിൽ അങ്ങേയറ്റം നിപുണന്മാരാണവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചില ആളുകൾ പറയാറുണ്ട്. ഖുർആൻ പറഞ്ഞത് സത്യമാണ്, അവർ ഇന്നും വലിയ ആളുകളായിട്ട് വിലസുകയാണ് ലോകത്തെന്ന് പല ആളുകളും പറയാറുണ്ട്. എന്നാൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അന്നി ഫളൽതുക്കും അലൽ ആലമീൻ, ലോകരുടെ മീതെ, അല്ലെങ്കിൽ ലോകരുടെ മുന്നിൽ അവർക്ക് അല്ലാഹു ഫളൽ നൽകി എന്ന് പറഞ്ഞാൽ ബിമാ ഉഅ്തു മിനൽ മുൽക്ക്, അധികാരം നൽകിക്കൊണ്ട് അല്ലാഹു അവർക്ക് ഫളൽ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ വർ റുസുൽ, പ്രവാചകന്മാരെ നൽകിക്കൊണ്ട്, വൽ കുതുബ്, വേദഗ്രന്ഥം നൽകിക്കൊണ്ട്, അലാ ആലമി മൻ കാന ഫീ ദാലിക സമാൻ, ആ കാലഘട്ടത്തിൽ അവർ ജീവിച്ചിരുന്ന പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും രാജാക്കന്മാരും ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ അവർക്ക് അല്ലാഹു എന്ത് നൽകി? ഫളൽ നൽകി. ആ ആയത്തിൽ പറയപ്പെട്ട ഫളൽ ഏത് കാലഘട്ടത്തിലാണ്? ആ കാലഘട്ടത്തിലുള്ളതാണ്. അതെന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ അങ്ങനെ വിശദീകരിച്ചത്? മഹാനായ മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഖത്താദ, റബീ ഇബ്നു അനസ്, ഇവരൊക്കെ താബിഈങ്ങളാണ്. ഇവർ വിശദീകരിക്കുന്നുണ്ട്, യജിബുൽ ഹംലു അലാ ഹാദാ ലിഅന്ന ഹാദിഹിൽ ഉമ്മ അഫ്ളലു മിൻഹും. അതായത് ഈ സമൂഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്തിനേക്കാളും അവർ അഫ്ളലല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടി
പിന്നെ പ്രവാചകനും സഹാബത്തും അടങ്ങുന്ന പിന്നെ പ്രവാചകൻ്റെ ആ ഉമ്മത്തിനേക്കാളും അവരാരായിട്ടില്ല, അവർക്ക് അഫ്ളൽ നൽകിയിട്ടില്ല. ഏതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ഇതാരെ പറ്റിയാണ് അല്ലാഹു പറഞ്ഞത്? ആരെ പറ്റിയാണ് പറഞ്ഞത്? പ്രവാചകൻ്റെ ഉമ്മത്തിനെ പറ്റിയാണ്. അപ്പോൾ അല്ലാഹ് അവിടെ പറയാണ് കുൻതും ഖൈറ ഉമ്മ, ഏറ്റവും നല്ലൊരു സമൂഹം. ഖൈറ ഉമ്മത്തിനെ നിങ്ങളെ ഒരു ഖൈറ ഉമ്മത്താക്കി നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്കു വേണ്ടി. എന്താണ് ആ ആളുകളുടെ പ്രത്യേകത? തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്നവരാണ്. വതൻഹൗന അനിൽ മുൻകർ, തിന്മയെ തൊട്ട് വിരോധിക്കുന്നവരാണ്. വതുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. അതിനുശേഷം അല്ലാഹ് പറയുന്നു, വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും. അഹ്ലു കിതാബിൻ്റെ ആളുകൾ അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ അവർക്കത് നന്മയാകുമായിരുന്നു, നല്ലതാകുമായിരുന്നു. പക്ഷെ അഹ്ലു കിതാബുകാരെന്ത് ചെയ്തില്ല? ആ പ്രവാചകനെയും വേദഗ്രന്ഥത്തെയും വിശ്വസിച്ചില്ല. അതുകൊണ്ട് തന്നെ അന്നു മുതൽ അവർ ലോകരുടെ മേൽ എന്ത് നൽകപ്പെട്ടവരല്ല? ഫള് നൽകപ്പെട്ടവരല്ല. പണ്ഡിതന്മാർ പറയുന്നുണ്ട് ആ കാലഘട്ടത്തിലാണ് അവർക്ക് ഫള് നൽകിയത്. ഫിറഔനും ഫിറൗൻ്റെ അനുയായികളും ഇസ്രായേല്യരെ അടിമകളാക്കി വെച്ചിരുന്നൊരു സമയമുണ്ട്. അതിൻഷാ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, ലോക സമൂഹത്തിൻ്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ ഫള് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ ഓർക്കണം. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് അവരെ വിളിക്കുകയാണ്. അതിനുശേഷം അല്ലാഹ് പറഞ്ഞു, വത്തഖൂ യൗമാ. വത്തഖൂ, ഇത്തഖൂ. എന്താ ഇത്തഖി എന്ന് പറഞ്ഞാൽ? സൂക്ഷിക്കണം. ഇത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം. വത്തഖൂ യൗമൻ, അവിടെ വാവ് അത്തുഫിൻ്റെ വാവാണ്. ആ ആയത്തിനെ തൊട്ട് മുമ്പുള്ള ആയത്തിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ആൻഡ് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാവാണ് ഏത്? വത്തഖൂൻ്റെ വാവ്. ആ വാവ് നമ്മൾ പറയുന്നത് അത്തുഫിൻ്റെ വാവ് എന്നാണ്. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം. യൗമൻ, ഒരു ദിവസത്തെ. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ. ലാ തജ്സി എന്ന് പറഞ്ഞാൽ ജസാ യജ്സി ജസാഅൻ, ഉപകാരം നൽകൂല. ജസാ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്ക് എന്തെങ്കിലും പ്രതിഫലമായിട്ട് കൊടുക്കുന്നതിനാണ് ജസാ എന്ന് പറയുക. ഇവിടെ ഒന്നും ഒരു ഉപകാരവും എന്ത് ചെയ്യുന്നില്ല? നൽകുന്നില്ല. നഫ്സുൻ, ഒരു ദേഹം. അൻ നഫ്സിൻ, മറ്റൊരു ദേഹത്തിന്. ഷൈഅൻ, ഒന്നും തന്നെ. ഒരു ഉപകാരവും ഒരു നഫ്സ് മറ്റൊരു നഫ്സിന് വേണ്ടി ചെയ്യുകയില്ല. വലാ യുഖ്ബലു, ഖബില യഖ്ബലു, ഖുബൂൽ, സ്വീകരിക്കുക. വലാ യുഖ്ബലു, സ്വീകരിക്കപ്പെടുന്നില്ല. മിൻഹാ, ഒരു ദേഹത്തിൽ നിന്ന്. ശഫാഅത്തുൻ, ഒരു ശുപാർശയും ഒരാളിൽ നിന്നൊന്ന് സ്വീകരിക്കൂല. വലാ യുഖദു, എടുക്കുന്നില്ല. അഖദ യഖുദു അഖ്ദൻ, എടുക്കുന്നില്ല. മിൻഹ, ഒരു വ്യക്തിയിൽ നിന്നും. അദ്ലുൻ, പ്രായച്ചിത്തമായി ഒരാളും തെണ്ടം സ്വീകരിക്കുകയില്ല. വലാഹും, അവരില്ല. യുൻസറൂൻ, സഹായിക്കപ്പെടുകയും ഇല്ല. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ആയത്തിൽ 4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ആ ദിവസത്തിൻ്റെ പ്രത്യേകതയായി 4 വിശേഷണങ്ങൾ പറഞ്ഞു. അന്ന് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ എന്ത് ചെയ്യാൻ പറ്റൂല? എന്തെങ്കിലും കൊടുത്ത് ഒരു ഉപകാരം ചെയ്യാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ അത് മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ. ഒരാൾക്ക് മറ്റൊരാളുടെ പാപഭാരം എന്ത് ചെയ്യാൻ പറ്റില്ല? ചുമക്കാൻ പറ്റൂല. ഇന്നിപ്പോൾ മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളൊക്കെ ആണെങ്കിൽ എന്തു ചെയ്യും? ഞാൻ അവന് ജാമ്യം നിൽക്കാമെന്ന് പറയും. എൻ്റെ മകനൊന്ന് ഒഴിവാക്കിത്താ, ഞാൻ ആ കുറ്റം ഏറ്റെടുത്തോളാം എന്ന് പറയും. ചിലപ്പോൾ സഹോദരങ്ങൾ പറയും, അല്ലേ, ഞാൻ ഏറ്റെടുക്കാം, ഞാൻ അവന് വേണ്ടി ജയിലിൽ പോകാം, ഞാൻ ജാമ്യം നിൽക്കാം എന്ന് പറയും. പക്ഷെ അന്ന് ഒരാളുടെ പാപഭാരം മറ്റൊരാൾ ഏറ്റെടുത്ത് ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഒരു ഉപകാരം ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ കാരണം എന്താണ്? ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നീഹ്. അന്ന് ഒരാൾ ഏറ്റെടുക്കില്ല, ഒരാൾക്ക് ഉപകാരം ചെയ്യൂല. കാരണം സ്വന്തത്തിന് തന്നെ അവർക്ക് മതിയായ ഒരുപാട് കാര്യങ്ങൾ പരലോകത്തുണ്ട്. അപ്പോൾ ഒരാൾ മറ്റൊരാളെ എന്ത് ചെയ്യൂല? നോക്കുക പോലും ഇല്ല എന്നാണ്. ഉമ്മ മക്കളെ നോക്കൂല, മക്കൾ മാതാപിതാക്കളെ നോക്കൂല,
സഹോദരങ്ങളെ നോക്കൂല. ഫഇദാ ജാഅത്തിസ്സാഖ, ആ ഭയങ്കരമായ ശബ്ദത്തോടു കൂടിയുള്ള ആ ഒരു സംഭവം ആ ദിവസം വന്നെത്തിയാൽ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, തൻ്റെ അടുത്ത് നിൽക്കുന്ന സഹോദരൻ്റെ അടുക്കുന്ന അവൻ എന്ത് ചെയ്യും? അവൻ ഓടുവെന്നാണ്. വ ഉമ്മിഹി വ അബീഹി വ സാഹിബത്തിഹി വ ബനീഹി, തൻ്റെ മക്കൾ, തൻ്റെ ഉമ്മയും വാപ്പയും വിട്ടുപോകും. പിന്നെയോ തൻ്റെ ഭാര്യയെ വിട്ടുപോകും, തൻ്റെ മക്കളെ വിട്ടുപോകും. കാരണം അന്ന് സ്വന്തത്തിന് തന്നെ മതിയായ ഒരുപാട് പ്രയാസങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒരാളും മറ്റൊരാളുടെ പാപഭാരം ചുമക്കൂല. അപ്പോൾ ഒരാൾക്കും മറ്റൊരാൾക്ക് എന്ത് ചെയ്യില്ല, ഒരു ജസാ, ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ദിവസമാണ്. വലാ യുഖ്ബലു മിൻഹാ ശഫാഅ, ഒരാളുടെ ശഫാഅത്തും അവിടെ എന്ത് ചെയ്യൂല, സ്വീകരിക്കൂല. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്, ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ, ഒരു ശഫാഅത്ത് നടത്തുന്നവൻ്റെ ശഫാഅത്തും അവിടെ എന്ത് ചെയ്യൂല, ഉപകാരപ്പെടുകയില്ല നിങ്ങൾക്ക്. ഇന്നിപ്പോൾ നമുക്കിവിടെ ആരുടെയെങ്കിലും അടുക്കൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അവിടെ ഒരാളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റൂല. ഇന്നിവിടെ റെക്കമെൻഡ് ചെയ്ത വലിയ വലിയ സ്വാധീനമുള്ള മനുഷ്യരൊക്കെ നാളെ നെട്ടോട്ടം ഓടുകയാണ്, നട്ടം തിരിയുകയാണ്. കാരണം അവർക്കാർക്കും നാളെ ഒരു അധികാരവും ഒരു സ്വാധീനവുമില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദിക്കും പരലോകത്ത്, ഐനൽ ജബ്ബാറൂൻ, ഇവിടത്തെ ജബ്ബാറുകളൊക്കെ എവിടെ? ഐനൽ മുത്തക്കബ്ബിറൂൻ, ഇവിടത്തെ മുത്തക്കബ്ബിറുകളൊക്കെ എവിടെ? അഹങ്കരിച്ചിരുന്നവർ, ഭരണാധികാരികൾ എവിടെ? ഐനൽ മുലൂക്ക്, ഈ ഭൂമിയിലെ രാജാക്കന്മാരൊക്കെ എവിടെ എന്നുള്ള ചോദിക്കും. എന്നിട്ട് അല്ലാഹ് പറയും, യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്, അന്നത്തെ ദിവസം മുഴുവൻ അമ്രും അള്ളാഹുവിനാണ്. അന്ന് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും എന്ത് ചെയ്യാൻ പറ്റൂല, സഹായിക്കാൻ കഴിയില്ല. എത്രത്തോളം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുക്മാനിന്റെ അവസാനത്തെ ഭാഗത്തിൽ പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരേ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. വഖ്ശൗ യൗമാ, റബ്ബിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഉടനെ പറയാണ്, ആ ദിവസത്തെയും നിങ്ങൾ ഭയപ്പെടണം. അള്ളാനെ മാത്രം ഭയപ്പെടല്ല, ആ ദിവസത്തെയും നിങ്ങൾ പേടിക്കണം. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈആ, ഒരു മാതാപിതാക്കൾക്ക് മക്കൾക്കോ മക്കൾക്ക് മാതാപിതാക്കൾക്കോ ഒരു ഉപകാരം ചെയ്യാത്ത ദിവസമാണ്. അത്രയും ഭയാനകരമായൊരു ദിവസത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? വഖ്ശൗ, നിങ്ങൾ പേടിക്കണം, നിങ്ങൾ ഭയപ്പെടണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞെന്താണ്? ജസാ നൽകില്ല, മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യൂല, യാതൊരു രൂപത്തിലുള്ള ഉപകാരവും ചെയ്യില്ല. രണ്ട്, ഒരു ശഫാഅത്ത്, ഒരു റെക്കമെൻഡേഷൻ പോലും അവിടെ സാധ്യമല്ല. മൂന്നാമത് പറഞ്ഞു, വലാ യുഖദു മിൻഹാ അദ്ൽ, തെണ്ടം കൊടുക്കുക. അതായത് ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റൊരാൾ എന്തെങ്കിലും പ്രായച്ചിത്തമായി കൊടുക്കാൻ കഴിയുമോ, അതിനുള്ള അവസരവും അവിടെയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ആലി ഇംറാനിൽ പറയുന്നുണ്ട്, ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ, തീർച്ചയായും സത്യനിഷേധികൾ അവർ മരണപ്പെട്ടു കുഫാറുകളായിക്കൊണ്ട്, ഫലൻ യുഖ്ബലു മിൻ അഹദിഹിം മിൽഉൽ അർളി ദഹബൻ വലൗ ഇഫ്തദാ ബിഹി, ഭൂമി നിറയെ സ്വർണം അള്ളാൻ്റെ അടുക്കൽ കൊടുത്താലും നാളെ അവർക്ക് എന്ത് കിട്ടൂല, അവർക്ക് ഫിദിയയായി നൽകിയാലും നാളെ രക്ഷപ്പെടൂല. എന്നാലോചിച്ചു, ഭൂമി നിറയെ സ്വർണം കൊടുക്കുക. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച മുശ്രിക്കീങ്ങളോട്, കാഫിറുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നൊരു ചോദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. ഭൂമി നിറയെ സ്വർണം നിന്റെ കയ്യിലുണ്ടായാൽ നീ അത് എനിക്ക് ഈ സന്ദർഭത്തിൽ ഫിദിയ നൽകിയിട്ട് രക്ഷപ്പെടാൻ നീ ശ്രമിക്കുമോ? അപ്പം ആ മനുഷ്യൻ പറയും, റബ്ബേ തീർച്ചയായും എൻ്റെ കയ്യിൽ ഭൂമി നിറയെ സ്വർണമുണ്ടായാൽ അത് മുഴുവൻ നിനക്ക് നൽകിയിട്ട് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും റബ്ബേ എന്ന് പറയുന്നുണ്ട്. അപ്പം അല്ലാഹ് ചോദിക്കണമെന്നറിയോ, അത്രയും വലിയ പ്രയാസമുള്ള കാര്യമൊന്നും ഞാൻ നിന്നോട് ചോദിച്ചിട്ടില്ല. നിന്നോട് ഞാൻ ചോദിച്ചത് എന്നെ മാത്രം നീ ആരാധിക്കണമെന്നാണ്, അത്ര ചോദിച്ചിട്ടുള്ളൂ. ഭൂമി നിറയെ സ്വർണം നൽകുക എന്ന ഭാരിച്ച പണിയൊന്നും നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല. നിന്നോട് പറഞ്ഞിരുന്നത് അള്ളാഹുവിനെ ഏകനായി അംഗീകരിച്ച് അവനെ മാത്രം ആരാധിക്കണം. ഈ ചെറിയ നിസ്സാരമായ കാര്യം നീ ആ ഭൂമിയിൽ വെച്ച് ചെയ്തിട്ടില്ല.
അങ്ങനെയുള്ള നീ എനിക്ക് ഇങ്ങനെ ഒരു ഭൂമി നിറയെ സ്വർണം നൽകി രക്ഷപ്പെടും? അള്ളാഹ് ചോദിക്കുകയാണ്. അപ്പോൾ നാളെ പരലോകത്ത് ഓരോ കാഫിറിനോടും ചോദിക്കും, ഭൂമി നിറയെ സ്വർണമുണ്ടായാൽ അതിപ്പോൾ നീ നൽകി രക്ഷപ്പെടാൻ നീ ആഗ്രഹിക്കുമോ? അവരാഗ്രഹിക്കുമെന്നാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലി ഇംറാനിൽ ഇവിടെ വിശദീകരിച്ചത്. അപ്പോൾ സഹോദരങ്ങളെ, ആ ആയത്തിൻ്റെ അവസാനം പറയുന്നത് വലാഹും യുൻസറൂൻ, അവർ യാതൊരു രൂപത്തിലും സഹായിക്കപ്പെടുകയില്ല. അപ്പം 4 കാര്യങ്ങളാണ് ആ ഒരു ദിവസത്തെപ്പറ്റി പറഞ്ഞത്. ഒന്ന്, ഒരാൾ മറ്റൊരാൾക്ക് ഒരു ഉപകാരവും ചെയ്യുകയില്ല. നാളെ റെക്കമെൻഡേഷൻ അവിടെ സ്വീകരിക്കപ്പെടുകയില്ല. ഒരാൾക്കും അവിടെ എന്ത് ചെയ്യില്ല, അതിൽ തെണ്ടം കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. യാതൊരു വിധത്തിലുള്ള സഹായവും ലഭിക്കാത്ത ഒരു ദിവസത്തെ നിങ്ങൾ വത്തഖൂ, നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഇതാരോടാ പറയണത്? ബനു ഇസ്രായേലിയരോട് പറയാം. അവർക്ക് അള്ളാഹു ഓർമ്മപ്പെടുത്തുക. ഇതേ ആയത്ത് ബനു ഇസ്രായേലിയർക്ക് മാത്രമുള്ളതല്ല, പിന്നെയോ നമുക്ക് ഓരോരുത്തരോടുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിനുശേഷം അള്ളാഹു അവരെ വീണ്ടും അവരുടെ ഓരോ അനുഗ്രഹങ്ങളെയും എണ്ണി പറയാൻ പോവുകയാണ്. ഇനി അങ്ങോട്ട് ബനു ഇസ്രായേലിയർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളുടെ എണ്ണം അക്കമിട്ട് അള്ളാഹ് പറയാൻ. 1, وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ يُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وَإِذْ نَجَّيْنَاكُمْ. وَإِذْ, ഖുർആനിൽ ഇദ് എന്ന പദം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇദ് അയ്യൂബ ഇദ് നാദാ റബ്ബഹു. ഒരുപാട് സ്ഥലത്ത് ഇദ് എന്ന് കാണും. എന്താണ് ഈ ഇദ് എന്ന പദം കൊണ്ട് ഉപയോഗിക്കുന്നത്? ആ ഒരു കാര്യം നടക്കുന്ന സന്ദർഭത്തെ അറിയിക്കാനാണ്. ഒരാളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ സമയം. ഇദ് ഖാല യൂസുഫു, യൂസുഫ് നബി പറഞ്ഞ സന്ദർഭം. അയ്യൂബ ഇദ് നാദാ, അയ്യൂബ് നബി വിളിച്ച സന്ദർഭം. അപ്പോൾ ആ ഒരു സമയത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർക്കാൻ വേണ്ടിയുള്ള സൂചനയാണ് ഇദ്. ഇദ് എന്ന് ഒരു വെർബിൻ്റെ, ഒരു ഫിഅലിൻ്റെ മുന്നിൽ ഇദ് വന്നാൽ അറിയണം ആ സംഭവം ചെയ്ത സമയത്തെ ഓർക്കാനാണ്. അപ്പം ഇവിടെ ഇദ് നജ്ജൈനാക്കും, നാം നിങ്ങളെ രക്ഷപ്പെടുത്തി. നജ്ജാ യുനജ്ജി, നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭം നിങ്ങൾ ഓർക്കണം. അപ്പം ഏതാണ് രക്ഷപ്പെടുത്തിയ സന്ദർഭം? ഓർമ്മപ്പെടുത്തണമല്ല. ഇദ് നജ്ജൈനാക്കും മിൻ ആലി ഫിർഔൻ, ഫിർഔനിൻ്റെ ആളുകളിൽ നിന്ന് നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭം നിങ്ങൾ ഓർക്കണം. ഏതാണ് ഫിർഔനിൻ്റെ ആളുകളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയത്? നമുക്ക് നോക്കാം. യസൂമൂനക്കും, സാമ യസൂമു, യസൂമൂനക്കും, നിങ്ങളെ അവർ അനുഭവിപ്പിച്ചു കൊണ്ടിരുന്നു. സൂ അൽ അദാബ്, സൂ എന്ന് പറഞ്ഞാൽ മോശമായതെന്നാണ് അർത്ഥം. ഇവിടെ സൂ എന്ന് പറഞ്ഞാൽ കഠിനമായത്, അല്ലെങ്കിൽ അങ്ങേയറ്റം പ്രയാസകരമായ. അൽ അദാബ്, ഏറ്റവും പ്രയാസകരമായ ശിക്ഷ നിങ്ങൾക്ക് അനുഭവിപ്പിച്ചു കൊണ്ടിരുന്നു ഫിർഔനിൻ്റെ ആളുകൾ. യുദബ്ബിഹൂന, യുദബ്ബിഹൂന, ദബ്ബഹ യുദബ്ബിഹു തദ്ബീഹുൻ. ദബ്ബഹ എന്ന് പറഞ്ഞാൽ അറുപ്പിക്കുക. ഫിർഔൻ എന്ത് ചെയ്തു? ഫിർഔൻ്റെ ആളെ കൊണ്ട് അറുകൊല ചെയ്യിപ്പിച്ചു. അബ്നാഅക്കും, നിങ്ങളുടെ ആൺമക്കളെ. വയസ്തഹിയൂന, ഇസ്തഹിയ, യസ്തഹി എന്ന് പറഞ്ഞാൽ ജീവൻ നൽകുക, ജീവിക്കാൻ അനുവദിക്കുക. യസ്തഹിയൂന, അവർ ജീവിക്കാൻ അനുമതി നൽകി. നിസാഅക്കും, നിങ്ങളിലെ സ്ത്രീകൾക്ക്. ഇത് വലിയൊരു പരീക്ഷണമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ശേഷം പറഞ്ഞത് വഫീ ദാലിക്കും, തീർച്ചയായും അതിൽ ഉണ്ട്, ബലാഉൻ, പരീക്ഷണം, മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്ന്, അദീം, ഭയങ്കരമായൊരു പരീക്ഷണം ആ വിഷയത്തിൽ നിങ്ങൾക്കുണ്ട്. അതിനെ പണ്ഡിതന്മാർ 2 രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആദ്യം എന്താണ് സൂ അൽ അദാബ്, ഏറ്റവും മോശപ്പെട്ട ശിക്ഷ അനുഭവിപ്പിച്ചു എന്ന് പറഞ്ഞത് എന്താണ്? നമുക്കറിയാം, മഹാനായ യഅ്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, യഅ്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിലേക്ക് വരുന്ന കാലഘട്ടം ഏതാണ്? സ്വന്തം മകൻ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം മിസ്റിലെ, ഈജിപ്തിലെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയം. ആ സന്ദർഭത്തിൽ യഅ്കൂബ് നബിയും മക്കളും എവിടേക്ക് യൂസുഫ് നബി കൊണ്ടുവരികയാണ്?
ഈജിപ്തിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ഈജിപ്തിലായി പിന്നീട് യാക്കൂബ് നബിയും മക്കളുടെയും സ്ഥിരതാമസം. യാക്കൂബ് നബിയും മക്കളും എവിടെ നിന്നാണ് വന്നത്? ഫലസ്തീനിൽ നിന്നാണ് വന്നത്. അവർ പിന്നെ താമസിക്കുന്ന എവിടെയാണ്? മിസ്റിൽ, ഈജിപ്തിലാണ്. അപ്പം 400 വർഷത്തോളം അവർ ഈജിപ്തിൽ ജീവിച്ചപ്പോൾ ആ ജീവിച്ച കാലയളവിൽ ഒരുപാട് മക്കളുണ്ടായി എന്നാണ്. ബനു ഇസ്രായേലിയർ 400 വർഷം കൊണ്ട് ഒരു വലിയ സമൂഹമായി മാറിയെന്നാണ്. യാക്കൂബ് നബിയുടെ മക്കളുടെ മക്കൾ പെറ്റുപെരുകി ഒരു വലിയ ജനവിഭാഗമായി ഈജിപ്തിൽ. അന്ന് ഈജിപ്തിൽ ഭരണം നടത്തിയിരുന്നത് ആരാണ്? ഫറോവമാരാണ്. ഖിബ്തി വർഗത്തിൽപ്പെട്ട ആളുകളാണ് അവിടെ ജീവിച്ചിരുന്നത്. അവരുടെ രാജാക്കന്മാരായിട്ട് അറിയപ്പെട്ടത് ഫറോവകളാണ്. ഓരോ രാജ്യത്തും ഓരോ രാജാക്കന്മാരാണ്. മിസ്റിലെ, ഈജിപ്തിലെ രാജാക്കന്മാരെ വിളിക്കപ്പെടുന്നത് പൊതുവെ എന്താണ്? ഫറോവ എന്നാണ്. എന്നാൽ യമനിലെ രാജാക്കന്മാരുണ്ട്. യമനിലെ രാജാക്കന്മാരെ വേറെ പേരാണ് വിളിക്കുക, തുബ്ബ എന്ന് വിളിക്കും. അതേപോലെ തന്നെ വേറെ സൗദി അറേബ്യ, അന്നത്തെ മക്കയിലെ രാജാക്കന്മാരെ വേറെ വിളിക്കും. അങ്ങനെ പല ആളുകളെയും പല പേരുകളാണ് വിളിക്കുക. റോമൻ രാജാക്കന്മാരെ വിളിച്ചിരുന്നത് എന്താണ്? കിസ്ര എന്നാണ്, അല്ലേ? കിസ്ര എന്നാണ് വിളിച്ചിരുന്നത്. പേർഷ്യൻ രാജാവിനെ കിസ്ര എന്നും റോമൻ രാജാവിനെ കിസ്ര എന്നും പേർഷ്യൻ രാജാവിനെ കൈസർ എന്നും വിളിച്ചു. ഇങ്ങനെ ഓരോ നാട്ടിലും പ്രത്യേക രാജാക്കന്മാരുണ്ടായിരുന്നു. ഖുർആൻ ഓരോ കാലഘട്ടത്തിലെ രാജാക്കന്മാരെയും പ്രത്യേകം പേരെടുത്തു പറഞ്ഞിരുന്നു, അവരുടെ രാജാവ് എന്ന്. പക്ഷേ ഫലസ്തീനിൻ്റെ വിഷയം, മിസ്റിൻ്റെ, ഈജിപ്തിൻ്റെ വിഷയം വന്നപ്പോൾ മാത്രം ഖുർആൻ എന്ത് ചെയ്തു? ഫിർഔൻ എന്ന പദം ഉപയോഗിച്ചു. ഇതെന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഫിർഔൻ എന്ന പദം പോലും ഖുർആൻ ഉപയോഗിച്ചത് ചരിത്രപരമായ അത്ഭുതമാണെന്നാണ്. കാരണം ഈ ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് എന്തുണ്ട്? ബൈബിളുണ്ട്. ബൈബിൾ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ മാത്രമല്ല ഫിറൗൻ എന്ന് പറഞ്ഞത്. അതിനു മുമ്പുള്ള പ്രവാചകന്മാരുടെ രാജാക്കന്മാർക്കും എന്താ പറഞ്ഞത്? ഫിറൗൻ എന്നാണ് പറഞ്ഞത്. ബൈബിൾ ഉപയോഗിച്ച രാജാക്കന്മാരെയൊക്കെ ഫറോവ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഖുർആൻ മറ്റു രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചപ്പോൾ മലിക് എന്നൊക്കെ ഉപയോഗിച്ചു. പക്ഷേ ഫിറൗൻ്റെ, ഈജിപ്തിൻ്റെ വിഷയം വന്നപ്പോൾ, മൂസാ നബിയുടെ ചരിത്രം വന്നപ്പോൾ മാത്രം എന്ത് ചെയ്തു? ഖുർആൻ ഫിറഔൻ എന്ന് ഉപയോഗിച്ചു. ചരിത്രം പരിശോധിച്ചാൽ ഫറോവ എന്ന പദം ലോക ചരിത്രത്തിൽ ഉപയോഗിച്ചിരുന്നത് ഈജിപ്തിൽ മാത്രമാണ്, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ മാത്രമാണ്. അതിനു മുമ്പ് ഉപയോഗിച്ചിരുന്നതൊക്കെ എന്താണ്? രാജാക്കന്മാരെന്നാണ്. ആ ചരിത്രം വളരെ കൃത്യമായി സൂക്ഷ്മതയോടെ പ്രതിപാദിക്കുന്നത് ഖുർആൻ മാത്രമാണ്. ബൈബിളിൽ പോലും എന്തുണ്ട്? ചരിത്രപരമായി തെറ്റുണ്ട്. കാരണം എന്താ? ബൈബിളിലെ ആളുകൾ ഒരിക്കലും അത് ദൈവികമായിട്ട് എഴുതി വെച്ചതല്ല. മത്തായിയുടെ സുവിശേഷം, മാർക്കോസിൻ്റെ സുവിശേഷം, ഓരോരുത്തരും യേശു പറഞ്ഞതായിട്ട് അവരെഴുതുകയാണ്. അപ്പോൾ അതിലെന്ത് സംഭവിക്കും? സ്ഖലിതം സംഭവിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആയത്തുകളും വചനങ്ങളും നബിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നെങ്കിൽ സ്ഖലിതം സംഭവിക്കുമായിരുന്നു. കാരണം അന്ന് വരെയുള്ള ക്രിസ്ത്യാനികളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ എന്താ ഉള്ളത്? എല്ലാ രാജാക്കന്മാരെ പറ്റിയും ഫറോവ എന്നാണ്. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു, ഇത് ഇഞ്ചീലിൽ നിന്നും തൗറാത്തിൽ നിന്നും മുഹമ്മദ് നബി കോപ്പി അടിച്ചതാണെന്നൊരു വാദം പറഞ്ഞിരുന്നു അവർ. അതിനുള്ള മറുപടിയാണിത്. കാരണം എന്താ? ബൈബിളിൽ മുഴുവൻ രാജാക്കന്മാരെ പറ്റിയും പറഞ്ഞത് ഫറോവ എന്നാണ്. ഖുർആൻ ഈജിപ്തിലെ മൂസാ നബിയുടെ രാജാക്കന്മാരെ പറ്റി മാത്രം ഫിറൗൻ എന്ന് പറഞ്ഞു, ബാക്കിയുള്ളവരെ പറ്റിയെല്ലാം രാജാക്കന്മാരെന്ന് പറഞ്ഞു. ഇത് ചരിത്രപരമായ വളരെ സൂക്ഷ്മമായ ഒരു നിരീക്ഷണമാണ്. അതെന്തുകൊണ്ട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവാണ് ഈ വചനം അവതരിപ്പിച്ചു കൊടുത്തത്. ഇത് ഫിറഔൻ എന്ന പദം പോലും അത്ഭുതമാണ് എന്ന് പറയാൻ വേണ്ടി ഈ വിഷയം ചരിത്രകാരന്മാർ ഖുർആനിൻ്റെ ചരിത്ര സത്യത്തെ എടുത്തുദ്ധരിക്കുമ്പോൾ ഇത് പറയാറുണ്ട്. ഫിറൗൻ്റെ ബോഡിയെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഫിറൗൻ്റെ ബോഡിയേക്കാൾ വലുത് ഫിറൗൻ്റെ പേര് വരെ ഒരു വലിയ അത്ഭുതമായിട്ടാണ് ഖുർആൻ എന്ത് ചെയ്യണം എടുത്തു പറയണത്. എന്താ? ആ പദം ഉപയോഗിച്ചെടുത്ത് പോലും ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്? സൂക്ഷ്മതയോടെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നാം അവരെ രക്ഷപ്പെടുത്തി ഫിറഔനിൻ്റെ ആളുകളിൽ നിന്ന്. യസൂമൂനക്കും, അവർ അനുഭവിപ്പിച്ചു, സൂ അൽ അദാബ്, കടുത്ത ശിക്ഷ. എങ്ങനെയാണ് ആ കടുത്ത ശിക്ഷ നൽകിയത്? ഈ കിബിത്തികളുടെ മനസ്സിലൊരു പേടി വന്നു. ബനൂ ഇസ്രായേലിയർ ഇവിടെ പെറ്റുപെരുകിയാൽ ഞങ്ങൾക്ക് വംശനാശം സംഭവിക്കും.
അപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയോ? ബനു ഇസ്രായേലിയരെ യാക്കൂബ് നബിയുടെ സന്താന പരമ്പരകളെ ആദ്യം അവരെ അടിമകളാക്കി എന്നാണ്, തരം താഴ്ന്ന ജാതിക്കാരാക്കി മാറ്റി. പിന്നീട് ഫിറഔനിൻ്റെ ആളുകൾക്കൊരു പേടി തുടങ്ങി, ഈ രാജഭരണം നഷ്ടപ്പെടുമോ? അതുകൊണ്ടാണ് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. അതായത് ഫിറഔൻ ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം എന്താണ്? അദ്ദേഹം കാണുന്ന സ്വപ്നം ഫലസ്തീനിൻ്റെ ഭാഗത്ത് നിന്ന്, ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തീഗോളം വരികയാണെന്നാണ്. ഒരു തീഗോളം. ആ തീഗോളം മിസ്റിലേക്ക് എത്തി. മിസ്റിൽ ബനു ഇസ്രായേല്യരുടെ വീടുകളല്ലാത്ത എല്ലാ വീടുകളും എന്ത് ചെയ്തു? ആ തീഗോളം ബാധിച്ചു എന്നാണ്. യാക്കൂബ് നബിയുടെ മക്കളുടെ വീടുകളൊന്നും, മക്കളെന്ന് പറഞ്ഞാൽ അവരുടെ സന്താന പരമ്പരയിലെ ആളുകളുടെ വീടുകളൊന്നും ആ തീഗോളം ബാധിച്ചില്ല. മറിച്ച് കിബുത്തികളെയും ഫറോമാരെയും ആ തീഗോളം ബാധിച്ചു. ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ജ്യോത്സ്യനോട് ചോദിക്കുകയാണ് ഫിറോൻ. അന്നത്തെ കാലഘട്ടത്തിലെ സാഹിറുമാരോടും ജ്യോത്സ്യരോടും ചോദിക്കുകയാണ്. അപ്പോൾ ആ ജ്യോത്സ്യന്മാർ പറയാണ്, ഫിറൗനിൻ്റെ ഘാതകനായി, ഫിറൗനിൻ്റെ വില്ലനായി ഇനി ഒരാൾ വരാനുണ്ട്, അത് ബനു ഇസ്രായേലിൽ നിന്നാണെന്നാണ്. ഇത് കേട്ട ഉടനെ ഫിറൗൻ ആകെ ഇടങ്ങേറായി. അപ്പോൾ ഫിറൗൻ പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണേത്? ആൺകുട്ടിയാണല്ലോ എൻ്റെ ഘാതകനായിട്ട് വരുന്നത്, അതുകൊണ്ട് ഇനി ബനു ഇസ്രായേലിലെ ആൺകുട്ടികളെയൊക്കെ എന്ത് ചെയ്യുക? ജനിക്കുന്ന ഉടനെ അറുത്ത് കളയുക. കുഴിച്ചുമുടാനല്ല പറഞ്ഞത്, പിന്നെയോ ജീവനോടെ അറുക്കാൻ. ദബഹ യദ്ബഹു എന്ന് പറഞ്ഞാൽ അറുക്കുന്നതിന് പറയണ വാക്കാണ്. ഫിറഔൻ കൽപ്പിക്കുകയാണ് അറുക്കാൻ. അതാണ് ദബഹ, അറുപ്പിച്ചു, അറുകൊല ചെയ്യിപ്പിച്ചു ആൺകുട്ടികളെ. വയസ്തഹ്യൂന നിസാക്കും, സ്ത്രീകളെ, പെൺകുട്ടികളെ അവരെ വിട്ടോളി, അവർ ജീവിച്ചോട്ടെ. ഇതവർക്ക് കൊടുത്ത വലിയൊരു നിന്ദ്യതയാണ്. അതേ തലമുറയെ അവരില്ലാതാക്കി. ഇന്നും ഇസ്രായേലിയർ ചെയ്യണ എന്താണ്? ഇന്നും ഇസ്രായേലിയർ ഗാസയിൽ ചെയ്യുന്ന എന്താണ്? കുഞ്ഞു പൈതലുകളെയാണ് അവർ നശിപ്പിക്കുന്നത്. കാരണം മുസ്ലിം സമൂഹം, ആ ഫലസ്തീനിലെ സമൂഹം ഇനി ജനറേഷൻ ഉണ്ടാകാൻ പാടില്ല, തലമുറ ഉണ്ടാകാൻ പാടില്ല. അന്ന് ഫിറൗൻ ചെയ്ത പണി, അന്ന് ഫിറൗൻ ആർക്കെതിരെയാണോ ചെയ്തത്, ആ ആളുകളാണ് ഇന്ന് എന്ത് ചെയ്യണത്? മുസ്ലിങ്ങൾക്കെതിരെ ചെയ്യണത്. അവരോട് അള്ളാഹ് പറയുക, നിങ്ങൾ ഓർക്കണം, അന്ന് ഫിറഔൻ നിങ്ങൾക്കെതിരെ ചെയ്തതാണിത്. അത് ഇന്നാ ബനു ഇസ്രായേലിയർ എന്ത് ചെയ്യുന്നു? മുസ്ലിങ്ങൾക്കെതിരെ ചെയ്യാണ്. ആലോചിക്കണം നമ്മൾ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ പറയുന്നു, അവർക്ക് അവരുടെ സ്ത്രീകളെ ഈ ഫിറൗൻ എന്ത് ചെയ്തു? ജീവിക്കാൻ അവസരം കൊടുത്തു. എന്നിട്ട് അള്ളാഹ് അവസാനിപ്പിക്കാൻ, വഫീ ദാലിക്കും, അതിൽ നിങ്ങൾക്കുണ്ട് ബലാഉം മിർ റബ്ബിക്കും അദീം, ഒരു ഭയങ്കരമായ പരീക്ഷണമുണ്ട്. ഇതിനെ പണ്ഡിതന്മാർ രണ്ട് രൂപത്തിൽ വിശദീകരിച്ചു. ഒന്നെന്താണെന്നറിയോ? ഇശാറത്തുൻ ഇലാ മാ കാനൂ ഫീഹി മിനൽ അദാബിൽ മുഹീൻ. ഫിറഔൻ അവർക്ക് കൊടുത്ത ആ ശക്തമായ പരീക്ഷണം, അദാബ്, അതാണ് ഇവിടെ ബലാ കൊണ്ട് ഉദ്ദേശമെന്നാണ് ഒരു അഭിപ്രായം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾ നൽകിക്കൊണ്ട് എന്ത് ചെയ്യും? പരീക്ഷിക്കും, ബലാ നൽകും. മറ്റൊരഭിപ്രായം നിഅ്മത്തും മിർ റബ്ബിക്കും അദീം, ഈ ബലായിൽ നിന്ന് അള്ളാഹു എന്ത് ചെയ്തു? ഇവരെ രക്ഷപ്പെടുത്തി. അത് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. ആ രക്ഷപ്പെടുത്തിയത് ഒരു പരീക്ഷണമാണ്. അതായത് അള്ളാഹ് അനുഗ്രഹങ്ങൾ നൽകി എന്ത് ചെയ്യും? പരീക്ഷിക്കും. മക്കൾ അനുഗ്രഹമാണ്, സമ്പത്ത് അനുഗ്രഹമാണ്, ഇത് നൽകി അള്ളാഹു പരീക്ഷിക്കും. രോഗം അത് പരീക്ഷണമാണ്, കടബാധ്യത അതൊരു പരീക്ഷണമാണ്, ഇത് നൽകിയും അള്ളാഹ് പരീക്ഷിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഖൈറും ഷർറും ഫിത്നയായിട്ട് അള്ളാഹു നിങ്ങൾക്ക് നൽകും. വബലൗനാഹും ബിൽ ഹസനാതി വസയ്യാത്ത്, ഹസനത്ത് കൊണ്ടും സയ്യിഅത്ത് കൊണ്ടും നാം നിങ്ങൾ എന്ത് ചെയ്യും? പരീക്ഷിക്കും. അപ്പോൾ പണ്ഡിതന്മാർ രണ്ട് വ്യാഖ്യാനമാണ് നൽകിയത്. ഒന്ന്, ആ ഒരു നിന്ദ്യമായ ശിക്ഷയിൽ നിന്ന് അള്ളാഹു ഇവരെ രക്ഷപ്പെടുത്തിയപ്പോൾ ആ ശിക്ഷ ഒരു വലിയ പരീക്ഷണമായിരുന്നു, ഫിറൗൻ്റെ ശിക്ഷ. മറ്റൊന്ന്, ആ ശിക്ഷയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഒരു പരീക്ഷണമാണ്. രക്ഷപ്പെടുത്തിയത് എങ്ങനെ പരീക്ഷണമാകുക? അവർ നന്ദി കാണിക്കുമോ നന്ദി കാണിക്കില്ലേ എന്നുള്ള പരീക്ഷിക്കാൻ. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഇതിലെ ഏറ്റവും ശരിയായ അഭിപ്രായം എന്താണ്? ഫിറൗനിൻ്റെ ആ ശിക്ഷയാണ് ഇവിടെ ഏറ്റവും വലിയ ബലാ എന്ന് അള്ളാഹു പറഞ്ഞത്. അതിനുശേഷം പിന്നീട് പറയുകയാണ്, വഇദ് ഫറഖ്നാ, നാം പിളർത്തുകയും ചെയ്ത സന്ദർഭം. വീണ്ടും ഇദ് പറയുകയാണ്. ഇദ് പറയാണ്. എന്താ ഇദ് പറഞ്ഞത്? ഇദ് എന്ന് പറഞ്ഞാൽ ആ സന്ദർഭം നിങ്ങൾ ഓർക്കണം. ഫറഖ്നാ, നാം പിളർത്തിയ സന്ദർഭം. ഫറഖ യഫ്റുഖു ഫർഖൻ, ബിക്കും,
നിങ്ങളെക്കൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി നാം പിളർത്തി. അൽ ബഹ്റ, സമുദ്രത്തെ. ഫഅൻജയ്നാകും, അൻജാ യുൻജി, നാം രക്ഷപ്പെടുത്തി നിങ്ങളെ. വഅഗ്റഖ്നാ, നാം മുക്കിക്കളഞ്ഞു. അഗ്റഖ യുഗ്രിഖു, നാം മുക്കുകയും ചെയ്തു. ആല ഫിർഔന, ഫിർഔനിൻ്റെ ആളുകളെ നാം മുക്കുകയും ചെയ്തു. വഅൻതും തൻദുറൂൻ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കേ. ഇത് ലോകത്ത് ഒരു സമൂഹത്തിനും അള്ളാഹു നൽകാത്തൊരു രക്ഷയുടെ മാർഗമാണത്. ലോകത്ത് ഒരു ജനവിഭാഗത്തിനും അള്ളാഹു ഇതുപോലത്തെ രക്ഷയുടെ മാർഗം എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. ഒരു പ്രവാചകന്റെ സമൂഹത്തിനും കൊടുത്തിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. കടലിൻ്റെ മുന്നിലേക്ക് എത്താൻ നമ്മൾ പറയാറുണ്ട് ചെകുത്താൻ്റെയും കടലിൻ്റെ നടുവിലെന്ന്. ചെകുത്താൻ്റെയും കടലിൻ്റെ നടുവിലെന്ന് പറഞ്ഞ ഏറ്റവും നല്ല ഉദാഹരണം മൂസാ നബിയുടെയും അനുയായികളുടെ ഉദാഹരണമാണ്. കാരണം വിശുദ്ധ ഖുർആൻ സൂറത്ത് ശുഅറായിൽ ഇത് വളരെ വിശദമായി പറയുന്നുണ്ട്. സൂറത്ത് ശുഅറാ, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ശുഅറാന്റെ 61-ാമത്തെ ആയത്തിൽ പറയുകയാണ്, ഫലമ്മാ തറാ അൽ ജംആൻ, ഈ രണ്ട് വിഭാഗങ്ങളും ഒരുമിച്ച് കണ്ടുമുട്ടിയെന്നാണ്. ഒരുമിച്ച് കണ്ടുമുട്ടുന്നത് എവിടെ വെച്ചിട്ടാണ്? ചെങ്കടലിൻ്റെ അടുക്കലാണ്. മൂസാ നബിയും മൂസാ നബിയുടെ അനുയായികളും ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി എത്തുന്നത് ചെങ്കടലിലാണ്. അവിടേക്ക് മൂസാ നബിയും ഹാമാനും സൈന്യം എത്തുമ്പോൾ ഇവർ പരസ്പരം കണ്ടുമുട്ടിയെന്നാണ്. ആ സന്ദർഭത്തിൽ ഖാല അസ്ഹാബു മൂസ, മൂസയുടെ കൂട്ടത്തിലുള്ള ആളുകൾ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, മൂസ നമ്മൾ പെട്ടുപോയി, മൂസ നമ്മളിതാ പെട്ടിരിക്കുന്നു. മുദ്റക്കൂൻ എന്ന് വെച്ചാൽ പിടിക്കാൻ പോവുകയാണ്, നമ്മളെ പിടിക്കപ്പെട്ടിരിക്കുന്നു മൂസ എന്ന് പറഞ്ഞു. കാരണം എന്താ? ഇനി കടലിലേക്ക് ചാടിയിട്ട് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. പിന്നിൽ ആരുണ്ട്? ഫിറൗനും അനുയായികളുണ്ട്. ഫിറൗനും അനുയായികൾ എങ്ങനെ വന്നതെന്ന് കൂടി ഖുർആൻ അതിൻ്റെ തൊട്ട് മുൻപ് പറയുന്നുണ്ട്. അവരുടെ സകല അനുഗ്രഹങ്ങളെയും ഉപേക്ഷിച്ച്, അതായത് സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ചു കൊണ്ടിരുന്ന മുഴുവൻ ഖിബിത്തികളോടും മുഴുവൻ അവിടുത്തെ ഫിറൗൻ്റെ അനുയായികളോടും പറയണം, എല്ലാവരും ഇറങ്ങാൻ പറയാണ്. തോട്ടത്തിൽ നിന്നും രാജകൊട്ടാരത്തിൽ നിന്നും സൗദങ്ങളിൽ നിന്നും അങ്ങനെ എല്ലാം വിട്ട് ഉപേക്ഷിച്ചിട്ടാണ് മൂസാ നബീനെ അനുയായികളെയും കൊല്ലാൻ ഫിറൗൻ്റെ കൂട്ടത്തിൽ ഹാമാനും സൈന്യവും വന്നത്. അതായത് ഫറോവമാർ പടുത്തുയർത്തിയ മുഴുവൻ സുഖ സൗകര്യങ്ങളെയും അവരെന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. സൂറത്ത് ശുഅറായിൽ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് മുമ്പുണ്ട്. അത് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എല്ലാ സുഖസൗകര്യങ്ങളും, ഉണ്ടായിരുന്നവർ തോട്ടങ്ങളിൽ നിന്ന് ഇറങ്ങി, രാജകൊട്ടാരത്തിലുണ്ടായിരുന്നവർ രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി. ഇന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് ഈജിപ്തിലെ വലിയ വലിയ പിരമിഡുകൾ അതവരുടെ വലിയ കൊട്ടാര സൗധങ്ങളായിരുന്നു. ഇതെല്ലാം അവർ ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ടാണ് പോണത്? മൂസാ നബീനെയും അനുയായികളെയും കൊല്ലാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈജിപ്റ്റ് കാലിയായി. ഈജിപ്തിലെ കൊട്ടാരങ്ങളും തോട്ടങ്ങളൊക്കെ എന്തായി? കാലിയായി. അള്ള കാലിയാക്കി. എന്നിട്ട് സമുദ്രത്തിൻ്റെ അടുക്കലെത്തി. അപ്പം മൂസാ നബി എന്താ പറയുന്നറിയോ? ഖാല കല്ലാ, വേണ്ട, അങ്ങനെയൊന്നും പറയണ്ട. കല്ല എന്ന പദം താക്കീത് കൊടുക്കാൻ പറയണതാണ്. സൂറത്ത് മറിയം 15-ാമത്തെ ജുസിന് ശേഷമാണ് കല്ല എന്ന പദം ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. കല്ല എന്ന പദം ആദ്യത്തെ 15 ജുസിലില്ല. അവസാനത്തെ 15 ജുസിലാണ് കല്ല എന്ന പദമുള്ളത്. അത് സജറിൻ്റെ കല്ല എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ മുൻപ് പറഞ്ഞ ധാരണയെ തിരുത്താൻ വേണ്ടിയാണ്. എന്താ ഇവർ മുമ്പ് പറഞ്ഞത്? തൊട്ട് മുൻപ് മൂസാ നബിയുടെ കൂട്ടത്തിലുള്ളവർ എന്താ പറഞ്ഞത്? ഇന്നാ ലമുദ്റകൂൻ, മൂസ നമ്മളിതാ പിടിക്കപ്പെടാൻ പോകുന്നു. മൂസാ നബി പറയുന്നു, ഖാല കല്ലാ, വേണ്ട, അങ്ങനെയുള്ള വാക്കൊന്നും നിങ്ങൾ പറയണ്ട. താക്കീത് കൊടുക്കാൻ ആ ഡയലോഗൊന്നും വേണ്ട. നമ്മൾ അള്ളാൻ്റെ മാർഗത്തിൽ ഇറങ്ങിയിട്ട് അവസാന സമയത്ത് പറയാണ്, മൂസ നിൻ്റെ കൂട്ടത്തിൽ വന്ന് നമ്മൾ പെട്ടു. മൂസ, കുറേ ഈമാൻ ഉറക്കാത്ത മനുഷ്യന്മാരുണ്ട്, അള്ളാൻ്റെ മാർഗത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങും. ഇറങ്ങി തിരിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടങ്ങേറായി കഴിയുമ്പോൾ എന്ത് ചെയ്യും? നിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടാണ് നമ്മളീ പെട്ടതെന്ന് പറയും. നമ്മളിപ്പോൾ അള്ളാൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ജയിലിൽ പോകേണ്ടി വരും, ചിലപ്പോൾ നിയമപാലകർ പിടിക്കും, ചിലപ്പോൾ നാട് കടത്തും, ചിലപ്പോൾ സമൂഹം നമ്മളെ കുറ്റം പറയും. അപ്പോൾ ഈമാൻ ഉറക്കാത്തവരാണ് നമ്മുടെ കൂട്ടത്തിലെങ്കിലോ എന്താ പറയുക? എടാ നിൻ്റെ കൂട്ടത്തിൽ കൂടിയിട്ടാണ് എനിക്ക് ഈ ഗതി വന്നതെന്ന് പറയും. മര്യാദക്ക് ആ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ജീവിച്ചാൽ മതിയായിരുന്നു പറയും. ഇങ്ങനെ കുറേ ഈമാൻ ഇല്ലാത്ത കുറേ എന്ത് ചെയ്യും? ജിഹാദിന് ഇറങ്ങുന്ന ആളുകളുണ്ട്. മൂസാ നബിയുടെ കൂട്ടത്തിൽ വന്ന ആളുകൾ അങ്ങനെയാണ്, ഈമാൻ ഉറക്കാത്ത ആളുകളാണ്.
ഇവരെയും കൊണ്ടാണ് മൂസാ നബി പോണത്. അപ്പം മൂസാ നബിയോട് പറഞ്ഞു, മൂസ നിൻ്റെ കൂട്ടത്തിൽ വന്നിട്ട് നമ്മൾ പെട്ടു. ദാ ഇപ്പം കടലാണ് മുന്നിൽ, ബാക്കിൽ ഫിറൗനും അനുയായികളും. അപ്പോൾ മൂസാ നബി പറഞ്ഞു, കല്ല, വേണ്ട, ആ ഒരു ശൈലി വേണ്ട, ആ ധാരണ തിരുത്തിക്കോ. പിന്നെയോ, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, തീർച്ചയായും എൻ്റെ റബ്ബിൻ്റെ കൂടെയുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. തവക്കുലിൻ്റെ വാചകമാണ്, തവക്കുലിൻ്റെ വാചകം. എല്ലാ ഡോറും അടഞ്ഞു, എല്ലാ കവാടങ്ങളും അടഞ്ഞു, ഇനി രക്ഷയുടെ ഒരു മാർഗമില്ല, ഇനി അഭൗതികമായ സഹായമല്ലാതെ ഭൗതികമായ ഒരു മാർഗവും ഇല്ല. അവിടെ മൂസാ നബി പറഞ്ഞെന്താണ്? എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. ഇതാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ജീവിതത്തിൽ എല്ലാവിധ രക്ഷയുടെ മാർഗവും ഉദവിയുടെ മാർഗങ്ങളും കൊട്ടിയടക്കപ്പെടുമ്പോൾ ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, ഏത് സന്ദർഭത്തിലും പറയാൻ പറ്റും, എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട്, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും. ഈ ഉറച്ച തവക്കുലിൻ്റെ വിശ്വാസമാണ് മൂസാ നബിക്കും അനുയായികൾക്കും രക്ഷ നൽകിയത്. മൂസാ നബിയുടെ കയ്യിൽ വടിയിരിക്കുന്നുണ്ട്, ആ വടി കൊണ്ട് നിലത്തടിച്ചാൽ രക്ഷപ്പെടുമോയെന്ന് മൂസാ നബിക്ക് അറിയില്ല. കാരണം അത് താഴെയിട്ടാൽ പാമ്പാകുമെന്ന് മാത്രമേ അതുവരെ മൂസാ നബിക്ക് അറിയുള്ളൂ. പക്ഷെ ആ വടി കൊണ്ട് അല്ലാഹ് എന്താ പറഞ്ഞത്? ഫഔഹൈനാ ഇലാ മൂസ, മൂസാ നബിക്ക് നാം വഹി നൽകി, അനിദ്രിബ് ബിഅസാകൽ ബഹർ, താങ്കളുടെ വടി കൊണ്ട് എന്ത് ചെയ്യണം? സമുദ്രത്തിലടിക്കണം. ഫൻഫലഖ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം. ഫൻഫലഖ, ആ സമുദ്രത്തെ അല്ലാഹ് എന്ത് ചെയ്തു? പിളർത്തി. ഇൻഫലഖ യൻഫലിഖു എന്ന് വെച്ചാൽ പിളരുക എന്നാണ്. അള്ളാഹു അതിനെ പിളർത്തി. ഫകാന കുല്ലു ഫിർഖിൻ, ആ രണ്ട് ഭാഗത്തേക്ക് മാറിയ രണ്ട് ഫിർക്കുകൾ, സമുദ്രത്തിൻ്റെ ഒരു കഷ്ണം ഒരു ഭാഗത്ത്, ഒരു കഷ്ണം മറ്റൊരു ഭാഗത്ത്. അത് ഏതുപോലെയായി? കത്തൗദിൽ അദീം, ഒരു വലിയ മല പോലെ, മലഞ്ചെരിവ് പോലെ അള്ളാഹു രണ്ട് സൈഡിലേക്ക് മാറ്റിയെന്ന്. നമ്മൾ രണ്ട് മലയുടെ ഇടയിലൂടെ നടന്നുപോയാൽ എങ്ങനെ ഉണ്ടാവും? ഇതുപോലെ അള്ളാഹു സമുദ്രത്തെ മാറ്റി നിർത്തി. മറ്റേ വിഭാഗത്തെ അള്ളാഹ് എന്ത് ചെയ്തു? നശിപ്പിക്കുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? മൂസയെയും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ആളുകളെയും രക്ഷപ്പെടുത്തി. മറ്റൊരു സമൂഹത്തെ, അതായത് ഫിറൗനെയും അനുയായികളെയും അള്ളാഹു മുക്കി നശിപ്പിച്ചു. ഇത് വലിയൊരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ ഒറ്റ വരിയിൽ അള്ളാഹ് എന്ത് ചെയ്തു? ചുരുക്കിയാണ് അവരോട് സൂചിപ്പിച്ചത്. നിങ്ങളെ കടൽ പിളർത്തി അള്ളാഹു രക്ഷപ്പെടുത്തിയ സന്ദർഭം നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ ആൺകുട്ടികളെയൊക്കെ കൊന്ന് പെൺകുട്ടികളെ ജീവിക്കാൻ വിട്ടെടുത്തുനിന്ന് മൂസാ നബി എന്ത് ചെയ്തു? നിങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. പിന്നെ കടൽ പിളർത്തി നിങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. നിങ്ങൾ ഓർക്കണം. അള്ളാഹ് അക്കമിട്ട് എണ്ണി എണ്ണി പറയുകയാണ്. വളരെ വിശദാംശങ്ങളിലേക്ക് സൂറത്തുൽ ബഖറയിൽ പോയിട്ടില്ല. അതിൻ്റെ വിശദാംശങ്ങൾ എവിടെ കിടക്കുന്നത്? സൂറത്തുൽ ഖസസിലും സൂറത്തു ശുഅറായിലുമാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഉള്ളത്. ഇനി നോക്കൂ. അപ്പോൾ വഅൻതും തൻദുറൂൻ, നിങ്ങൾ നോക്കിയിരിക്കുകയാണ് ആര് മരിക്കുന്നത്? ഫിറൗനും അനുയായികളും മരിക്കുന്നത്. പോണ വഴിക്ക് നിങ്ങൾ പോകുമ്പോൾ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ബാക്കി ഭാഗം മൂടുകയാണ്. ഫിറൗനും അനുയായികളും അവിടെ വെച്ച് മുങ്ങി മരിക്കുകയാണ്. അപ്പോൾ അവരുടെ കണ്ണുകൊണ്ട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവിനെ അള്ളാഹു നശിപ്പിച്ചത് അവരുടെ കണ്ണുകൾ കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? കാണാൻ കഴിഞ്ഞു. എന്നിട്ടും നിങ്ങൾ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നു എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. ഇനി നോക്കൂ, ഈ കടൽ കടന്ന് അവരെ എവിടേക്ക് എത്തണത്? കടൽ കടന്നവർ നേരെ ഫലസ്തീനിലേക്ക് പോവാണ്. കടൽ കടന്നവരെങ്ങോട്ട് പോണത്? ഫലസ്തീനിലേക്കാണ്. അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവർ നന്ദികേട് കാണിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മരുഭൂമിയിൽ, തീഹ് മരുഭൂമിയിൽ അള്ളാഹു അവരെ എന്ത് ചെയ്തു? മന്നയും സൽവയും നൽകി. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് വരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയുന്നു, നോക്കൂ, വഇദ് വഅദ്ന, നാം കരാറ് നിശ്ചയിച്ചു വാങ്ങി. ഒരു കരാറ് വാങ്ങി. വഅദ യുവാഇദു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കരാറ് നടത്തുന്നതിനെയാണ് പറയുക. വഅദ്ന, നാം കരാറ് വാങ്ങി. മൂസയിൽ നിന്ന് 40 ലൈലത്തൻ. 40 എന്ന് പറഞ്ഞാൽ എന്താ? 40. ലൈലത്തൻ എന്ന് വെച്ചാൽ രാത്രി. അപ്പം 40 ദിവസം എന്നർത്ഥമാണ്. കാരണം പകല് മാത്രമല്ല രാത്രിയും കൂടി ഉൾപ്പെടുത്തിയാകുമ്പോൾ എന്തായി? 40 ദിവസം പരിപൂർണമായും അദ്ദേഹത്തിൽ നിന്ന് എന്ത് ചെയ്തു? കരാറ് വാങ്ങി. സുമ്മ, പിന്നീട്,
ഇത്തഹദുത്തും, ഇത്തഹദ യത്തഹിദു എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു എന്നാണ്. ഇവിടെ ഉണ്ടാക്കി നടത്താണ്. നിങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. അല്ല ഇജില, ഇജിലെന്താ? പശുക്കുട്ടിയെ. ഒരു പശു എന്താ പറയുക, ഏത് മൃഗത്തിൻ്റെ ആണെങ്കിലും, അതായത് പശു, കാള, പോത്ത്, അതിൻ്റെയൊക്കെ ചെറുതിനെയാണ് എന്ത് ചെയ്യുക? ഇജിലെന്ന് പറയുക. ഇവിടെ നിങ്ങൾ പശുക്കുട്ടിയെ സ്വീകരിച്ചു. മിൻ ബഅദിഹി, അതിനുശേഷം. ഏതിനു ശേഷം? അള്ളാഹു നിങ്ങളെ കടൽ കടത്തി നിങ്ങളെ പുറത്ത് കൊണ്ടുവന്നു. തൗഹീദിൻ്റെ പേരിലാണ് കൊണ്ടുവന്നത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങളൊരു പശുക്കുട്ടിയെ സ്വീകരിച്ചു. വഅൻതും ളാലിമൂൻ, നിങ്ങൾ അക്രമികളായി തീരുകയും ചെയ്തു. ഈ സംഭവം എന്താണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടലൊക്കെ കടന്ന് അപ്പുറത്ത് ഫലസ്തീനിലെത്തിക്കഴിഞ്ഞപ്പോൾ മൂസാ നബിയോട് അള്ളാഹ് പറയാണ്, ഇനി എന്ത് ചെയ്യണം? വേദഗ്രന്ഥം വാങ്ങാൻ സീനാ താഴ്വരയിലേക്ക് എത്തണം. തൂരി സീനാ താഴ്വരയിലേക്ക്. ആ സീനാ താഴ്വരയിലേക്ക് മൂസാ നബി 30 രാത്രിക്ക് വേണ്ടി പോവാണ്. 30 ദിവസം. 30 ദിവസത്തെ അള്ളാഹു ഒരു 10 ദിവസം കൂടി എക്സ്ട്രാ കൊടുത്തിട്ട് 40 ദിവസമാക്കി. 40 ദിവസം പ്രത്യേകം വ്രതമനുഷ്ഠിച്ച് പ്രത്യേകം ഇബാദത്തുകളൊക്കെ ചെയ്ത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എന്ത് ചെയ്യാണ്? വേദഗ്രന്ഥം വാങ്ങാൻ വേണ്ടി തയ്യാറെടുക്കാൻ പോവാണ്. അപ്പം മൂസാ നബി അള്ളാഹിനോട് പറഞ്ഞു, എനിക്ക് കൂട്ടുകാരനായിട്ട് ആരെക്കൂടി വേണം? എൻ്റെ സഹോദരൻ ഹാറൂനെ വേണം. കാരണം അവൻ അഫ്സഹു കലാമും മിന്നി എന്നാണ്, എന്നേക്കാളും നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവനാണ്. അങ്ങനെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂൻ നബി എന്ത് ചെയ്യാണ്? ഏൽപ്പിച്ചിട്ടാണ്, സ്വന്തം സമൂഹത്തെ ഹാറൂൻ നബീനെ ഏൽപ്പിച്ചിട്ടാണ് പോണത്. പോയി ആ പോകുന്ന സംഭവമൊക്കെ സൂറത്തുൽ ഖസസിൽ വിശദീകരിക്കുന്നുണ്ട്. പോയി അവിടെ എത്തി അള്ളാഹുവിനോട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സംസാരിച്ചു. അപ്പം അള്ളാഹുവിൻ്റെ സംസാരം കേട്ടപ്പോൾ മൂസാ നബിക്ക് അള്ളാഹുവിനെ കാണണമെന്നൊരാഗ്രഹം തോന്നി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എങ്കിൽ ആ മലയിലേക്ക് നീ നോക്കൂ എന്ന് പറഞ്ഞു. ആ മലയിലേക്ക് അള്ളാഹുവിൻ്റെ പ്രകാശമേ എത്തിയിട്ടുള്ളൂ. അള്ളാഹുവിൻ്റെ പ്രകാശം തട്ടിയപ്പോഴേക്കും ആ മല തകർന്ന് തരിപ്പണമായി എന്നാണ്. ഈ സന്ദർഭത്തിൽ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ബോധരഹിതനായി എന്ത് ചെയ്തു? വീണു. ആ വീഴ്ചയിൽ നിന്ന് മൂസാ നബി എഴുന്നേറ്റിട്ട് പറയാണ്, സുബ്ഹാനക്, നീ പരിശുദ്ധനാണ് റബ്ബേ, തുബ്തു, ഞാൻ തൗബ ചെയ്യുന്നു. കാരണം ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് ചോദിച്ചത്. നിന്നെ കാണണമെന്ന ചോദ്യം അതൊരിക്കലും ഇവിടെ സാധ്യമല്ല, അസാധ്യമാണ്, അസംഭവ്യമാണ്. ഈ ഭൂമിക്കും ഈ പർവ്വതങ്ങൾക്കും ഈ ആകാശങ്ങൾക്കും അള്ളാഹുവിനെ ഏറ്റെടുക്കാൻ കഴിയില്ല. അള്ളാഹിൻ്റെ പ്രകാശം എത്തിയപ്പോഴേക്കും അത് തകർന്നു പോയി. അപ്പോൾ മൂസാ നബി തൗബ ചെയ്യാൻ, അള്ളാഹു ഞാൻ നിന്നോട് ഖേദിച്ചു മടങ്ങുന്നു. അപ്പോൾ ഈ സന്ദർഭത്തിൽ മൂസാ നബിക്ക് അള്ളാഹു എന്ത് ചെയ്തു? പലകകളിൽ, അതായത് ഏടുകൾ പലകകളിൽ എഴുതി കൊടുത്തു എന്നാണ്. അന്ന് പലകകളാണ് പേജുകൾക്ക് പകരമുള്ളത്. ആ പലകകളിൽ അള്ളാഹു വേദഗ്രന്ഥം എഴുതി കൊടുത്തു എന്നാണ്. ആ എഴുതി കൊടുത്ത വേദഗ്രന്ഥങ്ങളുമായി ഇങ്ങോട്ട് വരുമ്പോഴേക്കും പിന്നെ മൂസാ നബി കാണുന്നത് എന്താണ്? മൂസാ നബി തൗഹീദിൻ്റെ പേരിൽ കൊണ്ടു നടന്നൊരു സമൂഹം, അവരുടെ കൂട്ടത്തിൽ സാമിരി എന്ന് പറയുന്ന വ്യക്തി ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി അതിനെ ആരാധിക്കുക. എന്നിട്ട് പറയാണ്, മൂസ പോയിരിക്കണ ആ അള്ളയാണ്. മൂസ എവിടേക്കാണ് പോയിരിക്കണത്? ആ അള്ളയാണ് ഈ പശുക്കുട്ടി എന്ന് വരെ പറഞ്ഞു. ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം പരമാവധി ശ്രമിച്ചു നോക്കി പിന്തിരിപ്പിക്കാൻ. പക്ഷെ ബനൂ ഇസ്രായേലിയരുടെ രീതിയുണ്ട്, എത്രയൊക്കെ ചെയ്താലും അവർ അവസാനം എന്ത് ചെയ്യും? നന്ദികേട് അവർ കാണിക്കും. മൂസാ നബി തിരിച്ചു വരുമ്പോൾ തൗഹീദിൻ്റെ മക്കൾ എന്താ ചെയ്യണത്? ഒരു പശുക്കുട്ടി ആരാധിക്കുക. കാരണം ഈ ഈജിപ്തിലെ ആളുകൾക്കൊരു രീതിയുണ്ട്. ആ ആളുകൾ അന്ന് ആരാധിച്ചിരുന്ന ദൈവത്തിൽപ്പെട്ടതാണ് ഒന്ന് പശുക്കുട്ടി. ചെറിയ പശുക്കുട്ടികളെ രൂപമുണ്ടാക്കി ആരാധിച്ചിരുന്ന രീതി ഈജിപ്തിലെ കിബിത്തികൾക്കുണ്ട്. അപ്പോൾ അവരോടൊപ്പം ഇസ്രായേലിയർ ജീവിച്ചപ്പോൾ ആ ഒരു വാങ്ങൽ ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഈ ബനു ഇസ്രായേലിയർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവരെന്ത് ചെയ്തു? അൻതും ളാലിമൂൻ, അവർ അക്രമികളായി എന്നാണ്. അള്ളാഹു ഫിറൗൻ്റെ അടുക്കുന്ന് രക്ഷപ്പെടുത്തി, കടൽ കടത്തി, ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഫലസ്തീനിലെത്തിച്ചു. എന്നിട്ട് അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ വേറൊരു ദൈവത്തെ സ്വീകരിച്ചിട്ട് പറയാണ്, മൂസ ഏതൊരു ദൈവത്തിൻ്റെ അടുക്കലേക്കാണോ പോയത് ആ ദൈവമാണ് ഇത് എന്ന് പറയുമ്പോൾ എത്രമാത്രം അക്രമമാണ്, എത്രമാത്രം വലിയ തിന്മയാണ് അവർ ചെയ്തത്. ഷിർക്കും കുഫറും ചെയ്തുകൊണ്ട് അവർ അള്ളാഹിനോട് എന്ത് ചെയ്തു? നന്ദികേട് കാണിച്ചു. എന്നിട്ട് അള്ളാഹ് പറയാണ്, സുമ്മ അഫൗന, പിന്നീട് നാം അഫൗന, നാം അവർക്ക് വിട്ടുവീഴ്ച നൽകി, അൻകും, അവരെ തൊട്ട്, മിൻ ബഅദി ദാലിക്, അതിനുശേഷം.
അവർ ഈ അക്രമം ചെയ്തതിനു ശേഷം അള്ളാഹ് അവർക്ക് എന്ത് കൊടുത്തു? പുറത്തു കൊടുത്തു. ലഅല്ലക്കും തഷ്കുറൂൻ. അവർ ഇനിയും എന്ത് ചെയ്തേക്കാം? നന്ദി കാണിച്ചേക്കാം. അവർ ഇനി അവസരം കൊടുത്ത് എന്ത് ചെയ്യും? നന്ദി കാണിക്കുമെന്ന് വിചാരിച്ച് അള്ളാഹ് അവർക്ക് വീണ്ടും പുറത്തു കൊടുത്തു. എന്നാലോചിച്ച് നോക്കണം. അള്ളാഹ് അവർക്ക് വീണ്ടും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക, അവർക്ക് പുറത്തു കൊടുത്തു. പിന്നെയോ വഇദ് ആതൈനാ മൂസൽ കിതാബ്, ആതൈനാ നാം നൽകിയ സന്ദർഭം, മൂസാ നബിക്കൽ കിതാബ് വേദഗ്രന്ഥം, വൽ ഫുർഖാൻ സത്യാസത്യ വിവേചനം, ലഅല്ലക്കും തഹ്തദൂൻ അവർ സന്മാർഗം പ്രാപിച്ചു വരാൻ വേണ്ടി മൂസാ നബിക്ക് അള്ളാഹ് എന്ത് കൊടുത്തു? തൗറാത്ത് കൊടുത്തു, ഫുർഖാൻ കൊടുത്തു. തൗറാത്തും ഫുർഖാനും ഒന്ന് തന്നെയാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും രണ്ടാണ്. അൽ കിതാബ് എന്ന് പറഞ്ഞത് തൗറാത്തും, ഫുർഖാൻ എന്ന് പറഞ്ഞാൽ മൂസാ നബിയിലൂടെ അള്ളാഹു കാണിച്ച മുഅ്ജിസത്തുകൾ, അത്ഭുതങ്ങളാണ് എന്നും വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടഭിപ്രായമുണ്ട്. അപ്പോൾ തൗറാത്തിൽ തന്നെ എന്തുണ്ട്? സത്യാസത്യത്തെ വിവേചിക്കുന്ന ആയത്തുകളുണ്ട് എന്നാണ് ഒരു വിശദീകരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കിതാബും ഫുർഖാനും ഉദ്ദേശിച്ചത് എന്താണ്? തൗറാത്താണ്. മറ്റൊരു വിശദീകരണം, കിതാബ് എന്ന് പറഞ്ഞാൽ തൗറാത്തും, ഫുർഖാൻ എന്ന് പറഞ്ഞാൽ മൂസാ നബിയിലൂടെ അള്ളാഹു കാണിച്ച അത്ഭുതങ്ങളാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയിലൂടെ കാണിച്ച അത്ഭുതങ്ങൾ വളരെ വലിയ അത്ഭുതങ്ങളാണ്. അതുകൊണ്ടാണ് ജൂതന്മാർ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും അവർ കുഴി കുഴിക്കുമെന്നാണ്. എന്തിനാണ് കുഴിക്കണമെന്നറിയോ? അത് സൂറത്തുൽ ഇസ്രായിൻ്റെ ചരിത്രം പറയുമ്പോൾ വിശദീകരിക്കേണ്ട. സൂറത്തുൽ ഇസ്രായിൻ്റെ, അതായത് മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗം വബാറക്ന ഹൗലഹു എന്നാണ്. ബാറക്ന ഹൗലഹു, അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലം അനുഗ്രഹീതമാണ്. ആ സ്ഥലം അവർക്കറിയാം. ആ അനുഗ്രഹീതമായ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന്. മൂസാ നബിക്ക് അള്ളാഹ് കൊടുത്ത ഈ അത്ഭുത മുഅ്ജിസത്തുകളുടെ ഈ വടി ഉൾപ്പെടെയുള്ള ഒരു പെട്ടി മസ്ജിദുൽ അഖ്സയുടെ ഭൂമിയുടെ എവിടെയോ അടിയിലാണ് ഉള്ളതെന്നാണ് ജൂതന്മാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ജൂതന്മാർ എന്ത് ചെയ്യും? ഈ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും കുറെ കുഴി കുഴിക്കുമെന്നാണ്. ഈ കുഴി കുഴിക്കണ എന്തിനാ? മൂസാ നബിയുടെ പെട്ടി കിട്ടാൻ വേണ്ടി. മൂസാ നബി കാണിച്ച അത്ഭുതങ്ങൾ കാണിച്ച ഈ വടിയും മറ്റു കാര്യങ്ങളൊക്കെ അടങ്ങുന്ന പെട്ടി കിട്ടാൻ വേണ്ടി അവർ ഈ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും കുഴികൾ കുഴിച്ചിട്ടുണ്ടെന്നാണ്. ഇന്നും കുറേ കുഴികൾ കുഴിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്തിനാണ്? ഈ ത്വാബൂത്ത്, ഈ പെട്ടി കിട്ടാൻ വേണ്ടി. അപ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഫുർഖാൻ എന്ന് പറഞ്ഞാൽ ആ സ്വന്തം ജനങ്ങൾ കണ്ടു നിൽക്കേ സത്യം മൂസാ നബിയുടെ അടുക്കലാണെന്ന് അറിയിക്കാൻ വേണ്ടി അള്ളാഹു ഒരുപാട് മുഅ്ജിസത്തുകൾ എന്ത് ചെയ്തു? കൊടുത്തു. അതാണ് വടി നിലത്തിട്ടാൽ പാമ്പാകുന്നത്. ആ വടി കൊണ്ട് ഒരൊറ്റ പാറ കഷ്ണത്തിലടിച്ചപ്പോൾ ഒരു പാറയിൽ നിന്ന് 12 അരുവികൾ ഉണ്ടായത്. അതേ വടി കൊണ്ട് എന്ത് ചെയ്തു? മൂസാ നബി സമുദ്രത്തിലടിച്ചപ്പോൾ സമുദ്രം പിളർന്നത്. അപ്പോൾ അതൊരു വലിയ ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? പറഞ്ഞു. അതിനെയാണ് ഫുർഖാൻ എന്നും ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. വല്ലാഹു തആല അലം. അപ്പോൾ അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകൂടി നമുക്ക് പറയാം. അക്കമിട്ട് അള്ളാഹു എണ്ണിപ്പറഞ്ഞു. ഒന്നെന്താണ്? ഫിറഔന്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ആ രക്ഷപ്പെടുത്തിയത് എങ്ങനെയാണ്? കടൽ കടന്നിട്ടാണ്. പിന്നീട് മൂസാ നബിക്ക് അള്ളാഹു വേദഗ്രന്ഥം നൽകി. മൂസാ നബിയെ പ്രത്യേകം ആദരിച്ചു. പക്ഷേ എന്നിട്ടും അവരെന്ത് ചെയ്തു? ഒരു കാളക്കുട്ടിയെ അല്ലെങ്കിൽ ഒരു പശുക്കുട്ടിയെ അവർ ദൈവമായി സ്വീകരിച്ചു. എന്നിട്ടും അള്ളാഹു അവർക്ക് എന്തു ചെയ്തു? പുറത്തു കൊടുത്തു. ഇനി അങ്ങോട്ട് മുഴുവൻ ഇവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറയാം. ഇങ്ങനെ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി അള്ളാഹു ലോകത്തൊരു സമൂഹത്തോടും പറഞ്ഞിട്ടില്ല. കാരണം അത്രമാത്രം അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകിയിട്ടും ഇവർ അള്ളാഹുവിനോട് എന്ത് കാണിച്ചിട്ടില്ല? നന്ദി കാണിച്ചിട്ടില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഈ ബനു ഇസ്രായേലിയരെ പോലെ ആകരുത് എന്ന് പറയാനാണ് ഈ ആയത്ത് നമ്മൾ ഇത്രയും നേരം വിശദീകരിച്ചത്. ഇതാണ് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിനെ മാത്രം മരണം വരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, തൗഹീദിൽ നിന്നൊരു ഇണ പിറകോട്ടു പോകാതെ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സദാസമയം നന്ദി കാണിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനകളിലും അതുണ്ടാകണം. അള്ളാഹുവെ, നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്ന് സുലൈമാൻ നബി പ്രാർത്ഥിച്ചതുപോലെ 40 വയസ്സെത്തുമ്പോൾ, ഒരു പൂർണ്ണതയെത്തുമ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ മാതാപിതാക്കൾക്കും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ റബ്ബിനോട് പ്രാർത്ഥിക്കും, അള്ളാഹുവേ റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅല വാലിദയ്യ.
എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ റബ്ബേ നീ എന്നെ സഹായിക്കണേ എന്ന പ്രാർത്ഥന. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാം അത്തരത്തിലുള്ള ആളുകളാക്കി മാറ്റുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു കൂടിയിരുത്തം നാളെ മീസാനിൽ കനം തൂങ്ങുന്ന നന്മയാക്കി അല്ലാഹു മാറ്റട്ടെ. സഹോദരങ്ങളെ, അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം, നിങ്ങൾ എല്ലാവരും ആ പേപ്പറിൽ പേരെഴുതി നമ്പർ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിന് വരുന്ന ആളുകൾ മറ്റ് ക്ലാസ്സുകളെ വരുന്നതിനെ അപേക്ഷിച്ച് കൂടുതൽ റിസ്ക്കും പ്രയാസവും സഹിച്ചിട്ട് വരുന്ന ആളുകളാണ്. കാരണം സുബഹിക്ക് ശേഷം ജോലിയില്ലാത്തൊരു ദിവസം നല്ല തണുപ്പത്ത് കിടന്നുറങ്ങാൻ പറ്റുന്ന സമയം ആ തണുപ്പൊക്കെ മാറ്റിവെച്ച്, ആ ഉറക്കമൊക്കെ മാറ്റിവെച്ച് ഇവിടേക്ക് നിങ്ങൾ എത്തുന്നു എന്നത് വലിയ ശ്ലാഘനീയമായ കാര്യമാണ്, പ്രശംസനീയമായ കാര്യമാണ്. അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇന്നത്തെ ക്ലാസ്സിന് വരുന്ന ആളുകൾ പ്രത്യേകം നമ്മുടെ ഈ സെൻറ്ററിൻ്റെ ഒരു ദഅ്വ ടീമായി, ദഅ്വത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ഒരു ടീമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ മാറണം. അതിനാണ് നിങ്ങളുടെ പേരും നമ്പറൊക്കെ എഴുതിയെടുത്തത്. കാരണം ഈ ക്ലാസ്സിന് വരുന്ന ആളുകൾ ഏത് സമയത്ത് ക്ലാസ്സിന് വിളിച്ചാലും എന്തു ചെയ്യും, എത്തും. ഏത് കാര്യത്തിന് വിളിച്ചാലും എത്തും. അങ്ങനൊരു പ്രത്യേകത ഈ വരുന്ന ആളുകൾക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളൊരു ദഅ്വ ടീം, നമ്മുടെ ഇവിടുത്തെ ദഅ്വത്തുകളോടും ക്ലാസ്സുകളോടും മറ്റ് സംരംഭങ്ങളോടൊക്കെ ഏത് സമയത്തും സഹകരിക്കാൻ കഴിയുന്ന ഒരു സംഘമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മാറണം. ഇൻഷാ അല്ലാഹ് നിങ്ങളെ ആ നമ്പർ ഒരു ഫോളോ അപ്പ് ഉണ്ടാകും. അതിൽ നിങ്ങളുടെ സഹകരണം എല്ലാ സമയത്തും ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുന്നു. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.